ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇത് 2000 ഇറങ്ങിയ സമയത്തുള്ള ഒരു താറാണ്, ഒരു ഫുൾ ഓപ്ഷനാണ്. നമ്മളൊരു കുറച്ച് ആളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്തിരിക്കുന്ന നമുക്ക് കുറേ പണികളും കാര്യങ്ങളും ഒക്കെ തന്ന് കുറച്ച് നല്ല എക്സ്പീരിയൻസ് തന്ന് കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് തന്ന് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് സാധനം മഹേന്ദ്രനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു 8D സെറ്റപ്പ് എന്നൊക്കെ പറയാം. 8D എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും മഴയത്തൊക്കെ പോവുകയാണെങ്കിലുണ്ടല്ലോ, ആ മഴ നമുക്ക് ഈ വണ്ടിക്കുള്ളിൽ ഇരുന്ന് ആസ്വദിക്കാനുള്ള സെറ്റപ്പ് മഹേന്ദ്ര ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വേണ്ടേ, ഇത് കണ്ടോ? ഇതിനകത്ത് വെള്ളം ഇറങ്ങുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, നമ്മൾ കണ്ടോ, ഇങ്ങനെ വെള്ളം ഇറങ്ങിയാണ് ഇതിനകത്ത് ഈ പാടുകൾ മൊത്തം ഉണ്ടായിരിക്കുന്നത്. നമ്മളിത് നേരത്തെ മഹേന്ദ്ര റീകോൾ ചെയ്ത് 1 ഇയർ, ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ മഹേന്ദ്ര നമ്മൾ റീകോൾ ചെയ്തിട്ട് ഈ മുകൾ വശത്ത് നമുക്കൊരു പേസ്റ്റിങ് ചെയ്തു തന്നു. ഒരു പേസ്റ്റിങ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ്, പക്ഷെ ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും ഈ പേസ്റ്റിങ് പോയിട്ട് ഈ വണ്ടിക്കകത്ത് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഒരേ വർഷവും നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. പക്ഷെ വാറന്റി ഉള്ളതുകൊണ്ട് ഇപ്പോൾ അവരിതെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പക്ഷെ വാറന്റി കഴിഞ്ഞിട്ട് അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല. വാറന്റി കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ഒരു അവസ്ഥയിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയാം ഇതെന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. കാരണം ഇത് ഭയങ്കര ഒരു അവസ്ഥയാണ്. എന്ന് പറയുക, ഒരു വണ്ടിക്കകത്തോട്ട് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചവരുടെ ഒരു അവസ്ഥയെ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഈ ബാക്ക്, ഈ നമ്മുടെ ഈ ഡിക്കി ഗ്ലാസ്, ഈ ഒരു സ്പേസിൽ നമുക്കൊരു ചെറിയൊരു പ്രശ്നം കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഇവിടെ നോയ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്, നമ്മൾ ഏകദേശം അത് കഴിഞ്ഞിട്ട് സർവീസ് സെന്ററിൽ ചെല്ലും, അവരത് ഫിക്സ് ചെയ്ത് തരും. ആഫ്റ്റർ ഒരു 2000 കിലോമീറ്ററിൽ ഈ നോയ്സ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരും. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഫീല് കിട്ടത്തില്ല. ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒരു നോയ്സ് വന്ന് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഇത്ര വില കൊടുത്ത് മേടിച്ച ഒരു വണ്ടിക്ക് അങ്ങനെയൊക്കെ ഒരു നോയ്സ് നമുക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ മഹേന്ദ്ര കിഡിൽ ഒരു സെറ്റപ്പ് ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ട്, എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയായിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ പറയുക, നേരെ ഇവിടുന്ന് വെള്ളം അടിച്ച് നേരെ ആ വിൻഷീൽഡിലോട്ട് വീഴും. പിന്നെ അകത്ത് പുറത്തുള്ള ഒരു സാധനവും നമുക്ക് കാണാൻ പറ്റത്തില്ല. ആ ഒരു സെറ്റപ്പ് മഹേന്ദ്ര ഇതിനകത്ത് ചെയ്ത് വെച്ചു. കുഴപ്പമില്ല. അടുത്തത് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ വണ്ടിയായിട്ട് നമ്മൾ ജസ്റ്റ് ഫണ്ട് റൈഡുകൾ മാത്രമേ ഇത്രയും കാലമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയായിട്ട് ഒരു എക്സ്ട്രീം ഓഫ് റോഡോ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് റേസിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഈ വണ്ടിയായിട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ആകെ ഇതുമായിട്ട് വട്ടവട അതുപോലുള്ള സ്റ്റേകളിലോട്ടൊക്കെ പോകാൻ നേരം കുറച്ച് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ, ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഫണ്ട് റൈഡുകളെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കല നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഇവന്റെ അലൈൻമെന്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. അലൈൻമെന്റ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയപ്പോഴാണ് അറിയുന്നത് ഇതിന്റെ അലൈൻമെന്റ് ശരിയല്ലെന്ന് അറിഞ്ഞ്. അങ്ങനെ നമ്മളത് ഷോറൂമിൽ കാണിച്ച്, ഷോറൂംകാർക്ക് എന്താണെന്ന് ആദ്യം ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ പറഞ്ഞു ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ മാറാൻ പറഞ്ഞു, സസ്പെൻഷന്റെ ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ നമ്മുടെയൊക്കെ മാറാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഏകദേശം ആ ബില്ലെടുത്തപ്പോൾ ഏകദേശം 47,000 രൂപയായിരുന്നു വന്നത്. ഓക്കെ, നമ്മൾ എന്നാൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞ കാര്യം എന്താണ്, ഈ വണ്ടിയായിട്ട് നിങ്ങൾ ഓഫ് റോഡ് പോയി, അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് തരാൻ പറ്റില്ലെന്ന്. ഈ 4x4 വെഹിക്കിളുമായിട്ട് ഓഫ് റോഡ് പോയാൽ ഇൻഷുറൻസ് തരാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത്. പിന്നെ നമ്മൾ ഏകദേശം അവരുമായിട്ട് ജസ്റ്റ് ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ലാസ്റ്റ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു. ലാസ്റ്റ് നമ്മൾ പാർട്സ് ഒക്കെ മാറിയെടുത്ത് ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻഷുറൻസ് നമ്മൾ വെളിയിൽ നിന്നായിരുന്നു എടുത്തിരുന്നത്. അതിന്റെ ഒരു പ്രയാസം നമ്മൾ ഈ വണ്ടിയിൽ നല്ല രീതിയിൽ അനുഭവിച്ചതാണ്. പിന്നെ ഇൻഷുറൻസ് കഴിവതും എല്ലാവരും ഷോറൂമിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ എടുക്കല്ല, ഇരട്ടി പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഷോറൂമിൽ നിന്ന് എടുത്തോ, നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രയാസങ്ങളൊന്നും പറ്റത്തില്ല. ഇത് മറ്റേ അവസ്ഥയാണ്, നമ്മൾ തോക്കുകാരാ സാർ വെടിവെക്കരുത്, അതാണ് ഈ വണ്ടിയുടെ ചില സമയത്ത് അവസ്ഥ ഇതും കൊണ്ട് നടക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഈ ഒരു പ്ലാസ്റ്റിക് പോർഷൻസ് ഉണ്ട് ഇവിടെ. നമ്മുടെ ഈ വീലാർച്ചിന്റെ മണ്ടയ്ക്ക്, ഈ ഡോർ ഹാൻഡില്, ഈ ഫ്രണ്ട് വീലാർച്ചിന്റെ മണ്ടയ്ക്ക്, ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഇതെല്ലാം ഫെയ്ഡായി ഒരു 2 ഇയർ എടുത്തില്ല, അതിന് മുമ്പേ ഫെയ്ഡായി നരച്ചിരിക്കുകയാണ്. നമ്മളൊരു ഇത്രയും 20 lakhs അടുത്ത് വില വരുന്ന ഒരു വണ്ടിയുടെ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതെല്ലാം നമുക്ക് പിന്നീടുണ്ടായ അനുഭവമാണ്. ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നിന്ന് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഫുള്ളായിട്ട് ഓഫായി പോയിട്ട് വീണ്ടും ഓണായി വരും. അങ്ങനെ 2-3 പ്രാവശ്യം വന്നു. പക്ഷെ ആദ്യം കമ്പനി കൊടുത്തപ്പോൾ അവർക്കും അത് കാര്യമായിട്ട് മനസ്സിലായില്ല. എന്നിട്ട് പിന്നീട് അവരും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴും, നമുക്ക് എപ്പോഴും ഇല്ല, വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ കാണിക്കത്തുള്ളൂ. അത് കാരണം നമുക്ക് ആ പ്രോബ്ലം കമ്പനിയെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷെ അത് കഴിഞ്ഞ് ക്ലസ്റ്റർ ഫുൾ അവർ മാറ്റി വെച്ചിരുന്നു. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ആ പ്രോബ്ലം ഇങ്ങനെ വരുന്നുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടോന്നറിയില്ല, നമുക്ക് അങ്ങനെ ആ പ്രോബ്ലം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നു. നമുക്ക് പിന്നീടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗിയർ ബോക്സ് ആണ്. ഒട്ടും റിഫൈൻഡ് അല്ലാത്ത, ഒട്ടും സ്മൂത്ത് അല്ലാത്തൊരു ഗിയർ ബോക്സ് ആണ്.
നമ്മുടെ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ എന്നൊക്കെ പറയുന്ന ഇടാൻ സമയത്ത് നമുക്ക് മറ്റേ ലോറി പിടിച്ചിരുന്നു ടക്ക് ടക്ക് എന്നൊരു ഭയങ്കര നോയ്സി ആയിട്ട് ഒട്ടും റിഫൈൻഡ് അല്ലാത്ത നമ്മളൊരു 20 lakhs അടുത്ത് വില വരുന്ന ഒരു വണ്ടി മേടിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു സ്മൂത്തർ ഗിയർ ബോക്സ് കിട്ടായിരുന്നു. കാരണം ഇത്രയൊക്കെ വണ്ടി അപ്ഗ്രേഡ് ചെയ്ത് ഗിയർ ബോക്സിൽ അങ്ങനെ നിൽക്കുന്ന നമുക്കൊരു ഒരു ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും കൂടെ നെക്സ്റ്റ് ടൈം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാം. നമുക്ക് പറയാനുള്ള ഇവരുടെ സർവീസാണ്. ഇവരുടെ സർവീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ മഹേന്ദ്ര ഏറ്റവും കിടിലൻ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇത്രയൊക്കെ കംപ്ലൈൻറ്റ്സ് ഉണ്ടായിട്ടും ഞാൻ ഈ വണ്ടി സാറ്റിസ്ഫൈഡ് ആവാനുള്ള കാരണം, എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി സർവീസ് ചെയ്ത് ഇവിടെ തിരിച്ചു കൊണ്ടുതരും. ഈ പറയുന്ന കംപ്ലൈൻറ്റ്സ് എല്ലാം ഇവർ പരിഹരിച്ചിട്ടാണ് തിരിച്ചു തരുന്നത് വണ്ടി. എപ്പോൾ ഈ ചെറിയ ചെറിയ കംപ്ലൈൻറ്റ്സ് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ബാക്കിലത്തെ വിൻഡോയുടെ അവിടെ നിന്ന് ചെറിയ ശബ്ദം, നോയ്സ്, ഇതൊക്കെ ഇവർ ഉണ്ടെങ്കിൽ തന്നെ ഇവർ വീട്ടിൽ വന്ന് പിക്ക് ചെയ്ത് നേരെ വണ്ടി സർവീസ് ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുതരും. ഇവരുടെ സർവീസ് സപ്പോർട്ട് അടിപൊളി സർവീസ് സപ്പോർട്ട്. അതുകൊണ്ടാണ് ഒട്ടുമിക്ക ആൾക്കാർ ഇതിന്റെ കംപ്ലൈൻറ്റ്സ് ഒന്നും പുറത്തു വരാതെ അറിയുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം ഇവരുടെ സർവീസ് സപ്പോർട്ട് കൊണ്ടാണ്. നമുക്ക് പഴയ താറുമായിട്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലുണ്ടോ, ഇവൻ എഞ്ചിനൊക്കെ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമാൻഡിങ് പൊസിഷൻ, സീറ്റ്, സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് ഒന്നും, പിന്നെ ഇന്റീരിയർ ആകെ മാറിയിട്ടുണ്ട്. നല്ല പ്രീമിയം ലുക്കിലോട്ടൊക്കെ ഇന്റീരിയർ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അതുപോലുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിയർ സസ്പെൻഷൻ മൾട്ടിലിങ്ക് സസ്പെൻഷൻ, അതുകൊണ്ട് ഒലച്ചിൽ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറവുണ്ടെന്ന്. പഴയതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഒലച്ചിൽ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഒലച്ചിൽ ഇല്ലെന്നല്ല, കുറവുണ്ട് അത്ര. അങ്ങനെ നമുക്ക് എന്ന് പറഞ്ഞാൽ പഴയതിനെക്കാട്ടി റിഫൈൻഡ് ആയി. കോമ്പറ്റീറ്ററും ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക, സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര കൂടുതലാണ്. പിന്നെ റോഡ് പ്രസൻസ് കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മൾ ഇത് കോമ്പറ്റീറ്റ് ചെയ്യുന്ന വണ്ടികളുമായിട്ട് ടോർക്ക് കാര്യങ്ങളെല്ലാം കൂടുതലാണ്. അതുപോലെ ഡ്രൈവിംഗ് ഫീൽ ഒരു രക്ഷയില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഫീലാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ ആൾക്കാർ എവിടെ കിടന്നാലും ഒന്ന് നോക്കും വണ്ടി. നമ്മളങ്ങനെ താറിൻ്റെ പോസിറ്റീവ് സൈഡും കുറേയേറെ നെഗറ്റീവ് സൈഡും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഏകദേശം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇത്രയേറെ നെഗറ്റീവ് പറയാൻ കാര്യം ഇത് നെഗറ്റീവ് അല്ല, ഇതൊരു യൂസർ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞ് യൂസർ എക്സ്പീരിയൻസ് പറഞ്ഞ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ താർ എടുക്കാൻ പോകുന്ന ഒരാൾ ഇത്രത്തോളം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്.